അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരായി ഇടതുമുന്നണി നൽകിയ അവിശ്വാസ പ്രമേയ നോട്ടീസിന്മേലുള്ള ചർച്ച ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തമ്മിലുള്ള കയ്യാങ്കളിയിൽ കലാശിച്ചു. ചർച്ചയ്ക്കിടെ വരണാധികാരിയുടെ മിനിറ്റ്സ് ബുക്കിലെ പേജുകൾ UDF അംഗം നശിപ്പിച്ചു. ചൊവ്വാഴ്ച രാവിലെ 10:30 ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ച തീരുമാനിച്ചിരുന്നത്. 10:30 ഇടതുമുന്നണിയെ പ്രതിനിധീകരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും നിലവിൽ ഇടതുമുന്നണിക്കൊപ്പം അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പിട്ട CMP പ്രതിനിധി ഗിരിജ തമ്പിയും CPM വിമതനായി വിജയിച്ച അനിൽകുമാറും ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ എത്തിയിരുന്നു. എന്നാൽ UDF അംഗങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിരുന്നിട്ടും 10:35 വരെ ആരും ഹാളിൽ പ്രവേശിച്ചിരുന്നില്ല. 10:40 അവിശ്വാസം പാസായതായി വരണാധികാരി പ്രഖ്യാപിച്ചു. ഇടതുമുന്നണി അംഗങ്ങൾ ഹാളിൽ നിന്ന് പുറത്തു പോകാനൊരുങ്ങവെ വരണാധികാരിയുടെ നടപടിയെ ചോദ്യം ചെയ്ത് UDF അംഗം അഖിൽ രാധാകൃഷ്ണൻ എത്തി. അഖിൽ രാധാകൃഷ്ണനുമായി ഇടതു വിമതൻ അനിൽകുമാർ കൊമ്പുകോർത്തു. ഇരുവരും തമ്മിലുണ്ടായ വാക്കേറ്റം കയ്യാങ്കളിയിലെത്തിയതോടെ പോലീസ് എത്തി ഇരുകൂട്ടരെയും ശാന്തരാക്കുകയായിരുന്നു. തുടർന്ന് വരണാധികാരി ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുന്നുവെന്നും കൃത്രിമരേഖകൾ ചമച്ച് ഇടതുമുന്നണിയെ സഹായിക്കുന്നതിനുള്ള തീരുമാനങ്ങൾ എടുത്തുവെന്നും ആരോപിച്ച UDF അംഗങ്ങൾ വരണാധികാരിയായ അഞ്ചൽ BDOയെ തടഞ്ഞുവച്ചു. ഞാൻ നോക്കിയിരുന്ന് 10:30 5 മിനിറ്റോട് സാറിനെ ഏത് ജോലി ഏൽപ്പിക്കാം, ചീഫ് സെക്രട്ടറി ആക്കാം സാറിന്. കാരണം 5 മിനിറ്റ് കൊണ്ട് 10 പേരുടെ ഒപ്പിടുകയും ഈശ്വര പ്രാർത്ഥന നടത്തുകയും അനുബന്ധ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു. 10:37 ഞാൻ വന്ന് ഇടതുപക്ഷ മെമ്പർ KR ലളിതാബായിയോടാണ് ഇവിടെ എന്ത് പ്രശ്നമെന്ന് ചോദിക്കുന്നത്. ഞാൻ 10:37, 38 അതിനുശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് വേണത്തിനിടയ്ക്കാണ് സാറിനോട് സമയം ചോദിക്കുന്നത്. സാറ് അനധികൃതമായി ശുപാർശ ചെയ്ത് 10:45 വരെ ഒരു UDF മെമ്പർമാരും ഇവിടെ വന്നില്ലാതെ ന്യൂസിൽ എഴുതി. സാറ് കള്ളനെ കഞ്ഞി വെച്ചവനാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉപരോധത്തിനിടെ UDFിലെ അംഗം വരണാധികാരി അവിശ്വാസ പ്രമേയ ചർച്ചയുടെ ഹാജർ നില രേഖപ്പെടുത്തി തീരുമാനമെഴുതിയ രജിസ്റ്ററിന്റെ പേജുകൾ നശിപ്പിച്ചു. ഞങ്ങളെ ഒപ്പിടാൻ സമ്മതിക്കുന്ന മിനിറ്റ്സ് മുമ്പ് എഴുതേണ്ടിയാണ്. ഇതേ തുടർന്ന് പ്രകോപിതരായ ഇടതുമുന്നണി പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയും കോൺഫറൻസ് ഹാളിന്റെ പടിക്കൽ ഉപരോധം തീർക്കുകയും ചെയ്തു. വരണാധികാരിയുടെ മിനിറ്റ്സ് ബുക്ക് നശിപ്പിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഇടതുമുന്നണി പ്രവർത്തകർ ഉപരോധം തീർത്തത്. ഉപരോധ സമരം CPM ഏരിയ സെക്രട്ടറി K. ബാബു പണിക്കർ ഉദ്ഘാടനം ചെയ്തു. മിനിറ്റ്സ് കീറുന്ന നടപടി ശ്രീ തോയിത്തല മോഹനൻ സ്വീകരിച്ചു. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ നടന്നിട്ടുള്ള കുറ്റകൃത്യം എന്നുള്ള നിലയ്ക്ക് പോലീസിന് സ്വമേധയായി കാര്യത്തിൽ കേസെടുക്കാവുന്നതാണ്. എന്നാൽ ആ കേസെടുക്കാൻ വേണ്ടി തയ്യാറാണ്. അപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടനവധി സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാർ പ്രസംഗിച്ചാൽ പ്രസംഗിക്കുന്നവർ പേരിൽ കേസെടുക്കുന്നു, അവരെ നാട് കടത്തുന്നു, ജന്മനാട്ടിൽ നിന്നും ജനിച്ച വീട്ടിൽ നിന്നും അകത്ത് നിർത്തിയിട്ടുള്ള അനുഭവം നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഫോൺ ചെയ്ത് കേട്ടാൽ അത് കേട്ടതിന്റെ പേരിൽ നടപടി സ്വീകരിച്ച് ജയിലടയ്ക്കപ്പെട്ട പാർട്ടി നേതാക്കന്മാർ ധാരാളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാട്ടിലുണ്ട്. തുടർന്ന് പോലീസും സമരക്കാരും തമ്മിൽ ചർച്ച നടത്തിയതിനു ശേഷം പുനലൂർ ഡിവൈഎസ്പി KL ജോൺകുട്ടിയുടെ നേതൃത്വത്തിൽ UDF അംഗങ്ങളായ തോയിത്തല മോഹനൻ, സക്കീർ ഹുസൈൻ, അഖിൽ രാധാകൃഷ്ണൻ, ജെറോസ് ലാൽ, ഷീജ, ശാന്തിനി, അഞ്ചൽ ബദറുദ്ദീൻ, ഏറം സന്തോഷ്, മാവിള മോഹനൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു നീക്കി. അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ കയ്യാങ്കളി ഉണ്ടായതോടെ വൻ പോലീസ് സംഘമാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തമ്പടിച്ചത്. തന്നെ അനിൽകുമാർ കയ്യേറ്റം ചെയ്തുവെന്ന് കാണിച്ച് അഖിൽ രാധാകൃഷ്ണൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വരണാധികാരി കൃത്രിമരേഖകൾ ചമച്ച് ഇടതുമുന്നണിയെ സഹായിച്ചതായും അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ച വീണ്ടും നടത്തണമെന്നും ആവശ്യപ്പെട്ട് UDF അംഗങ്ങൾ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി. വരണാധികാരിയുടെ കൃത്യനിർവഹണത്തിന് തടസ്സം നിന്നുവെന്നാരോപിച്ച് ഇടതുമുന്നണി പ്രവർത്തകർ പട്ടണത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.